എന്താണ് വേനലും വെയിലും എല്ലാം കൂടെ ഒരു കഥ. ചൂടെടുത്ത് പൊരിഞ്ഞിട്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് എങ്ങാനും വരാന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് നല്ല കൂളിംഗ് ഡ്രിങ്ക് കൊടുക്കൽ മസ്റ്റാണ് അല്ലേ. ആ ഒരു സമയത്ത് നമ്മളെ ഫ്രിഡ്ജിൽ ഒരു ചെറുനാരങ്ങ പോലും ഇല്ലാത്ത ടൈം ഉണ്ടാവും. ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ടെൻഷൻ ആവാതെ വളരെ സിമ്പിളായിട്ട് നല്ല എന്താണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വീണ്ടും വീണ്ടും കുടിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പോയിട്ട് ഒരു ചെറുനാരങ്ങ പോലും വേണ്ടി വരില്ല നിങ്ങളെ ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ മക്കളെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകാതെ ഇങ്ങനെ പൂണ്ടെടുത്തിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകിയിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ആ ഒരു മെറൂൺ കളർ ഉണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചിലർ തേങ്ങ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് പല രീതിയിലും തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മെറൂൺ കളറൊക്കെ ചിരണ്ടി കളയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമുക്കിതിന് സ്പെഷ്യലായിട്ട് 2-3 ചേരുവകൾ ചേർക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ഇതാണ് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി. എല്ലാവരുടെ വീട്ടിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇഞ്ചി. അപ്പോൾ അതൊരു കഷ്ണം എടുത്തിട്ട്, അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്പെഷ്യൽ ചേരുവ എന്ന് പറഞ്ഞത് ഏലക്കായാണ്. അപ്പോൾ ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഏലക്കായ എടുത്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ കുറവായിരിക്കും, കുരു കുറവായിരിക്കും. അപ്പോൾ കുരു കുറവാണതിനനുസരിച്ച് ഏലക്കായൻ്റെ ടേസ്റ്റ് കുറയുമല്ലോ, രുചി കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏലക്കായ ഒന്ന് പൊളിച്ച് നോക്കുമ്പോൾ 2 നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട് കുരു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. 3 ആവശ്യമില്ല. 3 ആകുമ്പോഴേക്കും അതിൻ്റെ രുചി ഒരു കുത്താവോ എന്ന് പേടിച്ചിട്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇഞ്ചി, ഏലക്കായ്, ഈ പൂണ്ട തേങ്ങ ഇതെല്ലാം ഞാൻ ഒരു കുഞ്ഞ് ജാറിക്കാട്ട് ഇട്ട് കൊടുത്തിരിക്കണത്. വലിയ ജാറിലിട്ടിട്ട് കറക്കിയാൽ മതിയാവും. പക്ഷേ ഇതിൻ്റെ വലിയ ജാറിന് മൂർച്ചം കുറവായതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു പൂളുകളൊക്കെ ഒന്ന് ചെറുക്കി മോഡലാണ് വരെ ഒന്ന്. അതുപോലെ തന്നെ ഈ ഏലക്ക നല്ലോണം അരിഞ്ഞ് കിട്ടാനും ഇഞ്ചി അരിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതാ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിന്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, മിക്സിൻ്റെ വലിയ ജാറൊക്കെ ഒഴിച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും പറയാല്ല കേട്ടോ ഇതിൻ്റെ ഒരു രുചി. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ വലിയ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മിക്സിഡ് ജാറ് വലിയ ജാറ് നല്ല മോർച്ചുണ്ടെങ്കിൽ ഇനി ഈ ഒരു ചെറിയ ജാറിട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ജാറിൽ വലിയ ജാറിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ജാറ് മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏതായാലും ഇതാ ഈ മിക്സിഡ് ജാറിൽ കുറച്ചൊക്കെ കുടുങ്ങിയൊക്കെ എടുക്കണം. അതൊക്കെ ലേശം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ എന്താ, ഏതൊരു ഡ്രിങ്ക് തയ്യാറാക്കുകയാണെങ്കിൽ അതിലേക്ക് പാല്, അങ്ങനെ ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തേങ്ങ ആകുമ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവും. ഇനിയിപ്പോൾ ഒരു ഇളനീനാണ് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇളനീ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ തെങ്ങ് വലിയതാവും, കയറാൻ ആളുണ്ടാവില്ല. ചിലപ്പോൾ തെങ്ങുമ്പോൾ ഇളനീ ഉണ്ടാവില്ല. അങ്ങനെ ഇളനീ കിട്ടാൻ പോലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇനി ഒരു ഇളനീൻ്റെ ആവശ്യമില്ല മക്കളെ. ഇളനീ ഉണ്ടാക്കുന്നതിനേക്കാളും രുചിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 കുഞ്ഞിക്കയിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പഞ്ചസാരയാണ് എന്ന് വിചാരിച്ചിട്ട് നിൽക്കണോലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തേൻ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നാരി സർബത്ത് ഒഴിച്ചെടുക്കുക ഒക്കെ ചെയ്തിട്ട് പഞ്ചസാര ഒഴിവാക്കുക. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്നത് പഞ്ചസാര വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനൊരു 3 കയ്യിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടോ. ഈ പഞ്ചസാര ഇന്നേരം തന്നെ ഇട്ട് കൊടുത്താൽ എന്താ അറിയോ, ഇത് അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോൾ തണുത്ത വെള്ളത്തിലൊക്കെ അല്ല ഇത് അടിക്കണത്. അതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങോട്ട് ഇളകി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു തേങ്ങയിൽ തന്നെ ഇട്ടിങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അടിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ തേങ്ങ അരിയാൻ വേണ്ടിയിട്ട് അടിക്കുന്ന സമയത്ത് പഞ്ചസാരയും ഇതുപോലെ നല്ലോണം അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ പുതിനയിലയാണ്. പുതിനയില നിങ്ങൾ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പുതിനയില മക്കളെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പറയാമല്ല. പിന്നെ ഇതിൽ ഒരു ചേരുവം കൂടി ഉണ്ട് കേട്ടോ, ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക.
അങ്ങനെ ഈ ഒരു പുതിനയില ഇതിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഒരു കളർ ചേഞ്ച് ആവും, ഒരു ഇളം ലൈറ്റ് കളർ, ഒരു ഗ്രീൻ കളറായിട്ട് കിട്ടും. പക്ഷേ നമ്മളിതിലേക്ക് ഇനി ഒരുപാട് വെള്ളമൊക്കെ ചേർക്കണോണ്ട് ഇത്ര കളർ ഉണ്ടാവില്ല കേട്ടോ, ഇനിയും വൈറ്റ് ആയിട്ട് തന്നെ വരും. പക്ഷേ ഈ ഒരു സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ് പുതിനയില. പിന്നെ ഈ ഒരു പുതിനയില ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ടൈമാണ്. ചിക്കനായാലും ബീഫായാലും, പ്രത്യേകിച്ച് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പുതിനയില ഇടും ചിലവരൊക്കെ, ചിലർ ഇടൂല. പക്ഷേ ഇതുപോലുള്ള ഡ്രിങ്കക്ക്, ചില ഡ്രിങ്കൊക്കെ ഒന്നും പുതിനയില ടേസ്റ്റ് കൊടുക്കൂലട്ടോ. പക്ഷേ ഈ ഒരു ഡ്രിങ്കക്ക് എന്തായാലും നിങ്ങൾ പുതിനയില ഒരു അര പിടിയോളെങ്കിലും ഇട്ടുകൊടുക്കുക. പുതിനയില ഒരു പിടി ഇടണോ അത്രത്തോളം രുചി കൂടുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ ഡ്രിങ്ക് അധികം ഗ്രീൻ കളർ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇലൻ്റെ അളവ് കുറച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വട്ടത് ഇതുപോലെ ഒരു അരിപ്പിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു. പക്ഷേ ഇതിൽ ഇനിയുണ്ട് ഇതിൻ്റെ ആ ഒരു പാലൊക്കെ ശേഷിച്ചിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ കുറച്ച് സമയം ഒന്ന് കറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പഞ്ചസാര ഇനിയും കലങ്ങാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കലങ്ങിയും കിട്ടിക്കോളും. എന്നിട്ട് ഇതാ ഞാനൊന്നും കൂടെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്പൂണ് കണ്ടില്ല, കളറ് കുറച്ചും കൂടെ മാറിയില്ലേ, വൈറ്റ് കളറായി ഇങ്ങനെ വരുന്നില്ലേ. അപ്പം നമ്മൾ വെള്ളം കൂട്ടുന്നതിനനുസരിച്ചിട്ട് വൈറ്റ് കളറായിട്ട് വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ഏറ്റവും നല്ലത്. കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ എന്താ പറയുക, അതിലുള്ളത് മുഴുവൻ ഇങ്ങോട്ട് പോരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയൊക്കെ നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് പിഴിഞ്ഞിങ്ങോട്ട് എടുത്താലും മതിയാവും. പിന്നെ ഇതുപോലുള്ള അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പ് തന്നെയാണ് നല്ലത്. നല്ല കണ്ണിയടുപ്പുള്ള അരിപ്പുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതാവും ചെയ്യും. പിന്നെ തുണിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ആ തുണി കഴുകി നന്നാക്കൊക്കെ വേണ്ടേ. നമുക്ക് കുടിക്കുകയാണെങ്കിൽ ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ ആയിരിക്കട്ടെ നമ്മൾ പറയാം. കാരണം അത്രക്കും ഒരൊറ്റ വട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കി കുടിച്ചെങ്കിലേ നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേന്നത്തെ എനർജി പോലും ഈ ഒരു ഡ്രിങ്കുമേലുണ്ടാവും. പോരാത്തിന് പിറ്റേ ദിവസവും ഇതിനായിരിക്കും നിങ്ങൾ തൂങ്ങുക. കാരണം ഇത് കുടിച്ചിട്ടുള്ള ആ ഒരു രുചി ഉണ്ടല്ലോ, നാവിന്ന് പോവില്ല എന്ന് പറയാൻ എങ്ങനെ ഇപ്പം ഇതിൻ്റെ രുചി പറയും എനിക്കറിയില്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ടോ. പിന്നെ ആണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിക്കുമ്പോൾ രുചിയൊക്കെ കിട്ടണം, നല്ല ഉന്മേഷവും എല്ലാം കൊണ്ടും മെച്ചം കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനുള്ള ഒരുപാട് ക്യാഷൊക്കെ ചിലവാക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടാവേണ്ടി വരും. പിന്നെ ചിലതൊക്കെ നമുക്ക് രുചിയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും യോജിക്കാത്തതായിരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. ഇതാവുമ്പോൾ എല്ലാം കൊണ്ടും 100ക്ക് 100 നല്ല ഇതാണ് കേട്ടോ. പൈസൻ്റെ ചിലവില്ല, ശരീരത്തിന് കേടില്ല, ടേസ്റ്റിന് കുറവില്ല, എന്നാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുമാണ് നമ്മളിത് ഉണ്ടാക്കിയെന്നല്ല നമ്മളെ വീട്ടിലുണ്ടാകുന്ന തേങ്ങ എടുത്തിട്ടല്ലേ. അതാണെങ്കിൽ ഇപ്പോൾ ഇളഞ്ഞീൻ തന്നെ വേണമെന്നില്ല, മൂത്തത് വിളഞ്ഞതാവണമെന്നില്ല. ഇളഞ്ഞീനാണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പം വിളഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. കൊട്ടത്തേങ്ങയാണെങ്കിൽ പോലും കുഴപ്പമില്ല. അത് ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിലവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാരൻ്റെ ചിലവ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും തേങ്ങ വെറുതെ കിട്ടുമോയെന്ന്. തേങ്ങ വെറുതെ ഒന്നും കിട്ടില്ല. പക്ഷെ വീട്ടിലുണ്ടാവില്ല നമ്മൾ കൊട്ടയിന് തേങ്ങ ഒക്കെ. ഇനിയിപ്പോൾ അരക്കാനും വയ്യ, ആട്ടാനും വയ്യ, അതുപോലെ എടുക്കാമെന്നപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് മാത്രമല്ല, നിങ്ങളിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്കും കൂടെ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി കൂടിയിട്ടാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.